മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഈ ബോർഡിനകത്തേക്കും അറസ്റ്റ് എത്തുന്നു, മുരാരി ബാബു അറസ്റ്റിൽ താങ്കൾ എങ്ങനെ കാണുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? ഞാൻ ഹൈക്കോടതിയെ അഭിനന്ദിക്കുകയാണ്. ഹൈക്കോടതിയുടെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടും നിരീക്ഷണവുമാണ് ഈ അന്വേഷണത്തിൽ ഒരു ബാഹ്യ ഇടപെടലില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് ബാഹ്യ ഇടപെടൽ ഉണ്ടാകുമോ അന്ന് ഈ അന്വേഷണം അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തതുപോലെ നിന്നുപോകും. അത് വരാതിരിക്കണം. അത് വരാതിരിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അതൊരു ഭക്തജനങ്ങളുടെ മാത്രമല്ല, കേരള സമൂഹം ഒരിക്കലും ഉൾക്കൊള്ളുകയില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് അതിന് പറ്റത്തക്ക വിധത്തിൽ സ്വതന്ത്രമായി ഉദ്യോഗസ്ഥരെ വിടണം. ഇപ്പോൾ ഹൈക്കോടതി സെലക്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളുകളാണ്. അവർ വ്യക്തിപരമായി സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ അവരെ വിട്ടാൽ അവർ നിശ്ചയമായും ആ ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഹൈക്കോടതിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രബലമായ ശക്തിയായി നിൽക്കുന്നത്. അത് മുന്നോട്ട് പോകട്ടെ, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകട്ടെ, അന്വേഷണം കൃത്യതയോടുകൂടി മുന്നോട്ട് പോകണം. അന്വേഷണം വഴിതെറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല നിയന്ത്രണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ തിരുവഞ്ചൂർ, ഒരു കാര്യം കൂടി, ഈ അറസ്റ്റ് ഇത് തലപ്പത്ത് എവിടെ വരെ എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത് ശ്രീ തിരുവഞ്ചൂർ? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മേളിലേക്ക് പോകുമ്പോൾ കൈ വരയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ചോദ്യം. അത് വരാതിരിക്കണമെന്ന് ഒരിക്കലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നൊരു തോന്നലുണ്ടാക്കണം. നമ്പർ 1. നമ്പർ 2, അവർക്ക് കിട്ടിയ തെളിവുകൾ ഒതുക്കി വെക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെയും പോകണം. അങ്ങനെയാണ് ദുരുപയോഗം നടക്കരുത്. അപ്പോൾ അന്വേഷണത്തിന് സ്വതന്ത്രമായി വിടണം. ആ സ്വതന്ത്രമായി പോകുന്നതിൻ്റെ ആദ്യത്തെ ഭാഗം എത്തി. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തിയത് കോടതി തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് ട്രാക്ക് റെക്കോർഡുള്ള ആളുകളെ വെച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തെ വെച്ചിരിക്കുന്നത്. ഇനി അവരുടെ മുന്നോട്ടുള്ള നീക്കവും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ വേണം. ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യം ഹൈക്കോടതിയുടെ ഏറ്റവും അവസാനത്തെ ജഡ്ജ്മെന്റാണ്. ആ ഓർഡറിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് സീൽഡ് കവറിൽ വെച്ച് നേരെ ഹൈക്കോടതിക്ക് നേരിട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ മറ്റൊരാളുടെ ഇന്റർഫിയറൻസ് അതിനകത്ത് ഉണ്ടാകാതിരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇന്റൻഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അത് നന്നായി മുന്നോട്ട് പോകട്ടെ. അല്ലെങ്കിൽ കോടാനുകോടി രൂപയുടെ ഇൻവോൾവ്മെന്റ് വരുന്ന ഈ വലിയ കൊള്ള ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. അത് കൊണ്ടുവരുന്നതിന്റെ സൂചനകൾ എത്തുകയാണ്. അതെവിടം വരെ പോകുമോ ആ അറ്റം വരെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി, നിലവിലെ MLA. അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. മുരാരി ബാബുവിന്റെ അറസ്റ്റിൽ വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സ്വർണ്ണപ്പാളി കടത്ത് കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.